ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം കേദാർനാഥ് എന്ന പുണ്യ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരുക്കങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 2024 ചാർധാം യാത്ര ഞാൻ നടത്തിയിരുന്നു. കേദാർനാഥിൽ തിരിച്ചെത്തിയ ആളാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അനുഭവം അതുപോലെ ഞാൻ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എങ്ങനെ, തയ്യാറെടുപ്പ്, അവിടെ എത്തിപ്പെടാൻ എങ്ങനെ, ഒരുപാട് ചിലവാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ കേദാർനാഥ് പീക്ക്, ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ലൈഫിൽ എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറ്റാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അവിടെ ഒന്ന് എത്തി ആ അനുഭവം ഒന്ന് ഫീൽ ചെയ്തറിയണം. ഈ പറയുന്നതും നമ്മൾ റിവ്യൂവിൽ കാണുന്നതും കേൾക്കുന്നതും ഓരോരുത്തരുടെ അനുഭവമാണ്. അതങ്ങനെ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഒന്ന് അനുഭവിച്ച് അറിഞ്ഞ് അതൊന്ന് ഫീൽ ചെയ്യണ്ടേ. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളവിടെ എത്തിപ്പെടുക തന്നെ വേണം. അതിമനോഹരമായ പർവ്വതനിരകളും അതുപോലെ മഞ്ഞുമലയും അങ്ങനെ വളരെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടേണ്ട കാര്യം അത് ഞാൻ പറയാം. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ആദ്യം നമ്മളത് തയ്യാറാകുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ അവിടെ പോകുന്നത് ഏത് ഭാഗത്താണ്, അത് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് അത് നമ്മൾ കുറേ പേരുടെ റിവ്യൂയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിലോ നോക്കുക. ഇതിങ്ങനെയാണ്. അപ്പോൾ മഞ്ഞുമല, അതിന് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ട ഡ്രസ്സുകൾ, നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് വേണ്ട സ്വെറ്റർ, അതായത് ഡ്രസ്സിൻ്റെ മേലെ നമുക്ക് ഇടാനുള്ള ഒരു ജാക്കറ്റോ കട്ടിയുള്ള എന്തെങ്കിലും, അതുപോലത്തെ ജീൻസ് അതുപോലത്തെയൊക്കെ ഡ്രസ്സുകളാണ് ഇടുന്നത് കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് തണുപ്പിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മെയ് മാസത്തിൽ പോയതുകൊണ്ട് പകൽ മുഴുവൻ നമുക്ക് ചൂടാണ്, നോർമൽ ഡ്രസ്സ് മതി. രാത്രി ആകുമ്പോഴാണ്, മീൻസ് ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തണുപ്പ് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇതുപോലത്തെ ജാക്കറ്റ്, കോട്ട്, അതുപോലെ കയ്യിൽ ഗ്ലൗസ്, അതുപോലെ മങ്കി ക്യാപ്പോ, അല്ലെങ്കിൽ അതുപോലത്തെ ചിലവർക്ക് ഇയർ ബാലൻസ് പ്രശ്നമുണ്ടെങ്കിൽ കോട്ടണോ അല്ലെങ്കിൽ ചെവി അടച്ച് വെക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ, അതുപോലെ കഴുത്തിൽ ചുറ്റാൻ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ഷോളോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഇതിനുള്ളിലൂടെ തണുപ്പ് നമുക്ക് ഇറങ്ങും. അപ്പം അതുപോലെ സാധാരണ ചെരുപ്പിട്ട് ഒരിക്കലും നടക്കാൻ പറ്റില്ല. ഷൂ തന്നെ വേണം. അതിന് അത്രയും നമ്മൾ ഒത്തിരി ദൂരം പോകാനുണ്ട്. ഒത്തിരി നമ്മളത് എന്താ പറയുക, ഇതൊരു സാഹസിക യാത്ര പോലെയാണ്. നടന്ന് തന്നെ പോകണം, അല്ലാതെ പോകാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതിൽ ഏറ്റവും ബെറ്ററായിട്ട് ഇടയ്ക്ക് വെച്ച് ഷൂ കീറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കിട്ടാൻ മാർഗമൊന്നുമില്ല. സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത്രയും ബെറ്ററായിട്ടുള്ള ഒരു ഷൂ തന്നെ വേണം. പിന്നെ തണുപ്പ് ഒട്ടും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു 4-5 സോക്സ് എക്സ്ട്രാ വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്നിടുക, അത് നമുക്ക് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒന്നിടുക. അങ്ങനെ 2 സോക്സും ഒരു ഷൂ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അങ്ങനെ കയ്യിൽ എക്സ്ട്രാ 2-3 ജോഡിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാക്സിമം നമ്മൾ ഇട്ടത് തന്നെ നല്ല ബലത്തിൽ കനത്തിൽ ഇടുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളത് ബാക്കിൽ തൂക്കി കൊണ്ടുപോകാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് നമുക്ക് കുറച്ച് ഹെവി ആയിരിക്കും. കുറേ ദൂരം എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ അതുകൊണ്ട് ബാഗ് തൂക്കുന്നത് ശ്രദ്ധിക്കണം. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ ഒരു ജോഡി നമ്മൾ മേലെ പോയിട്ട് കുളിച്ച് മാറ്റുക എന്നൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും തൂക്കരുത്. പിന്നെ നമ്മൾ അത് എവിടെ ഇടണം എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. സോ അപ്പം നമ്മൾ നല്ല കട്ടിയുള്ള ഡ്രസ്സ് ആദ്യം തന്നെ എല്ലാവരും ചന്ദ്രനിൽ പോകുന്ന പോലെ അങ്ങ് ഇടുക. മെയ് മാസത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ മഴക്കാലം ആണെങ്കിൽ അതിശൈത്യമായിരിക്കും. അപ്പം നമുക്ക് അത് ഞാൻ കുറേ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അനുഭവമില്ല. അത് കുറച്ചുകൂടെ ഈ തണുപ്പ് ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ മഴയും ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ മതിയാവില്ല. സോ അപ്പോൾ മെയ് മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ പിന്നെ ഒരു റെയിൻ കോട്ട് നമുക്ക് വേണം കേട്ടോ. റെയിൻ കോട്ട് നാട്ടിൽ നിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം. 100 രൂപയൊക്കെ ഉള്ളൂ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെയിൻ കോട്ട്. അതല്ലെങ്കിൽ നമുക്ക് അവിടെ പോയാൽ തന്നെ, നമ്മൾ സോനാപൂർ എത്തുമ്പോഴേക്കും തന്നെ ഒരുപാട് പേര് അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും മതി. അത് എന്തായാലും വേണം. കാരണം ആദ്യ വഴിയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ ഇടണം. ചിലപ്പോൾ മഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് മഴയാണുള്ളത്, അതുകൊണ്ട് നമുക്ക് റെയിൻ കോട്ട് വേണം. അപ്പോൾ കട്ടിയുള്ള ഡ്രസ്സ്, റെയിൻ കോട്ട്. അടുത്തത് വേണ്ടത് നമുക്ക് മെഡിസിൻസ് ആണ്. അതായത്
പനി, ജലദോഷം, ചുമ ഇത് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അതിന് വേണ്ടുന്ന മരുന്ന്. പിന്നെ ചിലർക്ക് ഫുഡ് കഴിച്ചത് സെറ്റായില്ലെങ്കിൽ വയറിളക്കം വരികയാണെങ്കിൽ അത് വരാതിരിക്കാനുള്ള ആ മരുന്ന്. പിന്നെ ഛർദി വരികയാണെങ്കിൽ, കാരണം ഹിൽസിലോട്ടാണല്ലോ പോകുന്നത്. പിന്നെ നമ്മൾ ഋഷികേശ് മുതൽ ഇങ്ങനെ ഹിൽസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മൾ 2-3 ദിവസം നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് സോനാപൂർ എത്തുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ നടക്കേണ്ടതാണ്, നടന്നും ജീപ്പും അങ്ങനെയൊക്കെയാണ്. എന്നിട്ടാണ് ഗൗരികുണ്ടിൽ നിന്ന് നമ്മൾ നടക്കാൻ, പിന്നെ തീർത്തും നടക്കേണ്ട ഒരു ഘട്ടം വരുന്നത്. സോ അപ്പം നമുക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നണ, കഴിച്ച ഫുഡ് ശരിയല്ല അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് തോന്നുമ്പോൾ ആ മരുന്ന് കഴിക്കാനുള്ളതും കൂടെ കരുതണം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും എപ്പോഴും കരുതുന്ന പോലെ ഗ്യാസിൻ്റെ ഗുളികളും കരുതണം. അതും മാത്രമല്ല, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്തൊക്കെ മരുന്ന് കഴിക്കുന്നോ ആ മരുന്നെല്ലാം കയ്യിൽ വെക്കണം. നമ്മൾ എത്ര ദിവസമാണോ യാത്ര ചെയ്യുന്നത് അത്രയും ദിവസത്തെ മെഡിസിൻസ് കമ്പൽസറി ആയിട്ട് അവനവൻ്റെ കയ്യിൽ വേണം. കൂടെ നമുക്കൊരു ഫ്രണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ മരുന്നെല്ലാം കൊടുത്തിട്ട് നമ്മൾ തനിയെ നടക്കുക എന്ന് വിചാരിക്കരുത്. അവനവൻ്റെ ബാഗിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇത് ആവശ്യം വന്നാൽ ചിലപ്പോൾ നമ്മളവരെ കണ്ടുപിടിക്കാൻ ആ സമയത്ത് പറ്റിയെന്ന് വരില്ല, ചില സമയത്ത് മൊബൈലിന് റേഞ്ച് കിട്ടിയെന്ന് വരില്ല. അപ്പം അതൊക്കെ കൊണ്ട് ഇതെല്ലാം അവനവൻ്റെ കയ്യിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ മൊബൈൽ ചാർജർ അവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫുൾ ചാർജ് ആക്കി അത് നമ്മൾ കയ്യിൽ വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം നട്ട്സ് കാര്യങ്ങൾ, കാരണം എനർജിക്ക് അവിടെ പോയ റൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തിയൊക്കെ ആയിരിക്കും കിട്ടുക. അത് പക്ഷെ നമുക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ഇത്തിരി എനർജി കിട്ടാനായിട്ട് ചോക്ലേറ്റോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് മാത്രം, നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. ഇനി അഥവാ നമ്മുടെ ശരീരം നമ്മളെ താങ്ങി അങ്ങ് കയറണമല്ലോ, കയറ്റമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടുള്ള അത്യാവശ്യം കാര്യങ്ങളും. പിന്നെ എന്തായാലും നമ്മൾ ഒരു ദിവസം 1-2 ദിവസം എടുക്കും, 2-3 ദിവസം എടുക്കും, ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും എടുക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രഷ്, പേസ്റ്റ്, ഒരു തോർത്തോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. അത് ഒരു കുഞ്ഞ് ബാഗിൽ ഒരു കുഞ്ഞ് ഇതായിട്ട് നമ്മൾ ബാക്കിൽ തൂക്കിയാൽ മതി. അപ്പോൾ ഇടേണ്ട ഡ്രസ്സെല്ലാം നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് തൂക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡ്രസ്സ്, ഈ ഡ്രസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്ലൗസ്, സോക്സ്, ഷൂ, ഇതെല്ലാം, മങ്കി ക്യാപ്പ് ഇതെല്ലാം വേണം. പ്ലസ് മെഡിസിൻ അതെല്ലാമായി, പിന്നെ മൊബൈൽ ഫോണ് അതെല്ലാമായി. അങ്ങനെ നമ്മൾ യാത്രയ്ക്ക് റെഡിയായി. ഇനി യാത്ര ചെയ്യുന്നത് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ബൈ ട്രെയിനിൽ പോയാൽ ഡൽഹിയിൽ പോയിട്ട് ഇറങ്ങി ഹരിദ്വാറിലേക്ക് ബസ്സുണ്ട്, അല്ലെങ്കിൽ ഹരിദ്വാർ വരേക്കും ട്രെയിനുണ്ട്. അത് കഴിഞ്ഞ് ഋഷികേശിലേക്ക് അവിടുത്തെ ബസ്സിൽ തന്നെ പോവുക. അതല്ലെങ്കിൽ ഒരു 5-6 പേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് പോകുന്നതായിരിക്കും. അതായത് ഋഷികേശിൽ നിന്ന് മുതൽ വലിയ ബസ്സുകളൊന്നും പോവില്ല, കുട്ടി ബസ്സുകളും ട്രാവലർ, ജീപ്പ്, കാറ് അതൊക്കെ പോവുള്ളൂ. അപ്പോൾ കുറച്ച് പേര് ഫ്രണ്ട്ഷിപ്പായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ടാക്സി എടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ പോവുക. പോയിട്ട് ഈ എല്ലാ സമയത്തും ഹെലികോപ്റ്റർ അവൈലബിൾ ആയിരിക്കില്ല. ചില സമയത്ത് കൊടും മഞ്ഞുള്ള സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായാൽ അവർ സർവീസ് നിർത്തിവെക്കും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ മെയ് മാസത്തിൽ നമുക്ക് ടാക്സി ഓടുന്ന പോലെ ഞങ്ങൾ കേദാർനാഥ് പീക്കിലെത്തിയപ്പോൾ ഹെലികോപ്റ്റർ ഫുള്ളായിട്ട് 2 ഹെലിപാഡിൽ 2 പോയിന്റാണുള്ളത്. ഒന്ന് നിർത്തുമ്പോഴത്തേക്ക് ആൾ ഇറക്കുമ്പോഴത്തേക്കും അടുത്തത് വന്നു, അടുത്തത് എടുക്കുമ്പോഴേക്കും അടുത്തത് വന്നു. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഹെലികോപ്റ്റർ മെയ് മാസത്തിലുണ്ട്. സോ അപ്പോൾ 3 സ്ഥലത്തു നിന്നാണ് ഹെലികോപ്റ്റർ ബുക്കിംഗ് ഉള്ളത്, എടുക്കുന്നത് ഹെലിപാഡ്. അതായത് ഗുപ്തകാശി ടു കേദാർനാഥ് ഏതാണ്ട് 4000 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫാറ്റ കേദാർനാഥ് അതൊരു 3000 ചില്ലറ രൂപ അത് വരുന്നുണ്ട്. പിന്നെ സിർസി കേദാർനാഥ്, അങ്ങനെ 3 നിന്ന് ഹെലികോപ്റ്റർ അവൈലബിൾ ആണ്. അത് മെയ് മാസത്തിലുണ്ടായിരുന്നു. എല്ലാ മാസത്തിലും അത് സാധ്യത കുറവാണ് എന്നുള്ളതുണ്ട്. അത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അന്വേഷിച്ചിട്ട് അതിന് പോകുന്നതായിരിക്കും നല്ലത്. അതൊന്നുമല്ല എങ്കിൽ സോനാപൂർ വരത്തേക്കും വണ്ടി പോകും, അതായത് ടാക്സിയോ എന്താണെങ്കിലും വണ്ടി പോകും. അവിടെ നിന്ന് പാർക്കിംഗ് ഏരിയയിൽ വന്ന് പിന്നെ നമ്മൾ നടപ്പാണ്. ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ സോനാപൂരിൽ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പ് സർവീസ് എന്ന് പറയുന്നത് സോനാപൂർ ടു ഗൗരികുണ്ടിലേക്കാണ്. 50 രൂപ കൊടുത്താൽ മതി, ജീപ്പ് ഗൗരികുണ്ടിൽ എത്തിക്കും.
അവിടുന്ന് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ട്രെക്കിംഗ് ആണ്. അതാണ് ശരിയായ ട്രെക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. 50 രൂപയോ 40 രൂപയോ കൊടുത്താൽ മുളവടി കിട്ടും. ഒരു കയ്യിൽ നമുക്ക് ഒരു വടി മസ്റ്റായിട്ട് വേണം. വടി ഇല്ലാതെ നമുക്ക് വെക്കാൻ പറ്റില്ല, അടി വെക്കാൻ പറ്റില്ല. സോ ഒരു വടിയൊക്കെ പിടിച്ച് നിങ്ങൾ മഴക്കോട്ടൊക്കെ ഇട്ട്, മഴ പെയ്യുകയാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ബാഗിൽ വെച്ചാൽ മതി. അങ്ങനെ ബാഗൊക്കെ തൂക്കി നമ്മൾ അവിടെ നിന്ന് അങ്ങ് നടക്കുകയാണ്. ആ നടന്ന് മല കയറാൻ ആഗ്രഹിക്കുന്നവരടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരിക്കലും രാത്രി നടപ്പ് ചെയ്യരുത്. ഞങ്ങൾക്ക് പറ്റിയത് അതുകൊണ്ടാണ്, കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നു. സോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, വൈകിട്ട് നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിക്കുക. അവിടെ കിട്ടുന്ന ചപ്പാത്തി ആണെങ്കിലും നമുക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കുക. ഗൗരികുണ്ടിൽ എപ്പോഴാണ് എത്തുന്നത്, അത് ഏകദേശം വൈകുന്നേരത്തോടു കൂടി എത്തുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, രാത്രി നല്ല ഫുഡ് കഴിക്കുക. ഒരു 9 മണിയാകുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടി, നമുക്ക് അങ്ങനെ റൂമുകളൊന്നും കിട്ടില്ല, ഹിൽസാണ്, അങ്ങനെ കിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് പുലർച്ചെ 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഫ്രഷായി ഒരു ചായക്ക് കുടിച്ച് അങ്ങ് നടപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉഷാറാകും. നമ്മൾ രാത്രി തന്നെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നടന്നും ജീപ്പിലിരുന്നും ടയേർഡ് ആയിട്ടുണ്ടാകും. അപ്പം നമ്മൾ രാത്രി തന്നെ ട്രെക്കിംഗ് ആരംഭിച്ചാൽ എന്തായാലും 1-1.5 ദിവസം നമ്മൾ നടക്കേണ്ടതാണ്. അപ്പോൾ ഒരു 7-8 മണിക്കൂർ നമുക്ക് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത ഏരിയകളിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ഒത്തിരി ടയേർഡാകും. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെ എത്തുകയാണെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പുലർച്ചെ 3 മണിക്കൊക്കെ എണീച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു മോർണിംഗ് വാക്ക് പോലെ നല്ലൊരു ഫ്രഷ് എയറും കിട്ടും. നല്ല രീതിക്ക് നടന്നു പോകാൻ പറ്റും. അത്ര ടയേർഡ് നമുക്കറിയില്ല. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഏകദേശം നല്ല ഉഷാറായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മളൊരു വൈകുന്നേരം 6, 7 അല്ലെങ്കിൽ 8 മണിയോ 9 മണിയോ ആയാലും കേദാർനാഥ് പീക്കിലെത്താൻ പറ്റും. അപ്പം നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പാസ് നമ്മൾ ഓൺലൈനിൽ നോക്കി ബുക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഋഷികേശിൽ തന്നെ ഒറിജിനൽ ആധാർ കാർഡ് മസ്റ്റായിട്ട് കയ്യിൽ വെക്കണം. അത് വെച്ച് അവിടെ തന്നെ ടോക്കൺ എടുക്കുക. ആ ടോക്കൺ കേദാർനാഥ് പീക്കിലെത്തുമ്പോൾ അത് അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ അകത്ത് കടക്കാനുള്ള പാസ് തരും. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഭഗവാന്റെ ദർശനത്തിന് പോകാം. ചില സമയത്ത് നമ്മളിങ്ങനെ കയറ്റം കയറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ടയേർഡായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും കുറേ ഉണ്ടാവും. നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങിയതാണല്ലോ. പക്ഷെ അതൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാനോ പറ്റി എന്നൊന്നും വരില്ല. പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ കാഴ്ചകളും, മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് റെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദർശനം നടത്തി, എത്രയും രാത്രിയായാലും നമ്മൾ ദർശനം കഴിഞ്ഞ് ടെൻറ്റുകളുണ്ട്, അവിടെ ടെൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ പകല് നടക്കുമ്പോൾ തന്നെ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടെൻറ്റ് ഉണ്ട്. ഞങ്ങൾ ടെൻറ്റ് എടുത്തത് 500 രൂപയൊക്കെയാണ് ഒരാൾക്ക് പറഞ്ഞത്. കേദാർനാഥ് പോയിട്ട് ഒരു ടെൻറ്റിലൊക്കെ നമ്മളൊന്ന് ഇരിക്കുക, ഒരു രാത്രിയോ ഒക്കെ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് രാത്രി മഞ്ഞുള്ള തണുപ്പ്, കൊടും തണുപ്പിൽ ആ കട്ടിയുള്ള പുതപ്പിനുള്ളിലെല്ലാം നമ്മളൊന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ അതൊക്കെ 1 ടൈമെങ്കിലും നമ്മൾ സാധിക്കണ്ടേ. സോ അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് കേദാർനാഥിൽ തന്നെ ആ പീക്കിൽ തന്നെ ഒരു ടെൻ്റൊക്കെ എടുത്ത് അവിടെ സുഖമായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് വീണ്ടും ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി തൊഴാനായിട്ട് സമയം കിട്ടിയാൽ പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ടെമ്പിളിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ആ കാണുന്ന ആ ഒരു ഐസ് മലയുണ്ടല്ലോ, മഞ്ഞ് മല, ആ മലയിലേക്ക് ഒന്നുകൂടി ട്രക്കിംഗ് ഉണ്ട്. കുറേ പേർക്ക് ആ പകൽ സമയത്താണെങ്കിൽ പോവുക. അവിടെ ഒരു കുഞ്ഞ് ടെമ്പിൾ കൂടിയുണ്ട്, അവിടെയും പോയിട്ട് നമുക്ക് തൊഴാം. പിന്നെ കുറേ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ആ രാവിലെ ആ മോർണിംഗ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡേ ടൈമിലാണെങ്കിൽ നമുക്ക് അതെല്ലാം വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ മനോഹരമായ പ്ലേസ് മുഴുവനും കാണാനും കുറച്ച് നേരം കറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ രാത്രിയാണെങ്കിൽ രാത്രി പിന്നെ നമ്മൾ ഈ ടെമ്പിളിൻ്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പറ്റില്ല. ഡേ ടൈമിലാണെങ്കിലാണ് അതൊക്കെ പറ്റും. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നമുക്ക് കാണാനുണ്ട്. പക്ഷേ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ നടന്ന് തന്നെയാണ് കയറിയത്. പക്ഷെ ആ നടന്ന് കയറുന്ന സമയത്ത് ഒരുപാട് ടയേർഡ് ആയതുകൊണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, വയ്യായിരുന്നു. തിരിച്ചിറങ്ങുമ്പോഴാണ് എല്ലാം കാണുന്നതും വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞതിൽ ഹെലികോപ്റ്റർ മാർഗം പോകുകയാണെങ്കിൽ അതുണ്ട്. അതല്ല ഫുൾ ട്രെക്കിംഗ് നടന്ന് കയറണമെങ്കിൽ അങ്ങനെ നമ്മൾ വടികുത്തി നടന്നു പോകാം. അതല്ല എങ്കിൽ ഗൗരികുണ്ടിൽ നിന്ന് വേറെ സംവിധാനമുള്ളത് ഡോളിയാണ്. ഡോളി എന്ന് പറഞ്ഞാൽ 4 പേര്
4 പേരും കൂടെ ഒരാളെ ഒരു ചെയറിൽ ഇരുത്തി എടുക്കുന്ന പോലെ, ഒരു പല്ലക്ക് പോലെ, പല്ലക്ക് പോലെ പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു കൂട് പോലെ ആക്കിയിട്ട് അതിൽ തൂക്കിയിട്ട് പോകുന്നതല്ല, ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന പോലെ 4 പേരും കൂടെ അങ്ങനെ തൂക്കി എടുത്തിട്ട് പോകുന്ന പോലത്തെ ഒരു ഡോളി ഉണ്ട്. ആ ഡോളി നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ അവർ ഗൗരികുണ്ടിൽ നിന്ന് കേദാറിലേക്ക് കൊണ്ടെത്തിച്ച് തിരിച്ച് നമ്മൾ ദർശനം കഴിഞ്ഞ് നമ്മളെ തിരിച്ച് ഗൗരികുണ്ടിൽ തന്നെ എത്തിക്കും. അത് ഗവൺമെന്റിന്റെ ബുക്കിംഗ് എന്ന് പറയുന്നത് 8500 രൂപയാണ്. അതിന് നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ ആധാർ കാർഡ് കൊടുത്ത് നമ്മൾ അതിന് പാസ് എടുക്കണം. ആദ്യം പൈസ അടയ്ക്കണം, എന്നിട്ട് പാസ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടേൺ ആവുമ്പോൾ നമ്മളെ വന്ന് അവർ ചുമന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചേച്ചിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്നിട്ട് നമ്മൾ കേദാറിൽ പീക്കിൽ കൊണ്ടുപോയി വിടും, പാസ് അവരുടെ കയ്യിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ അവരെ കണ്ടുമുട്ടുന്നു, നമ്മളെ തൂക്കിയിട്ട് വരുന്നു, താഴെ ഇറക്കുന്നു. ഇതാണ് അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതല്ലാത്ത പക്ഷം ബാസ്ക്കറ്റ് പോലത്തെ ഡോളി ഉണ്ട്. അതായത് ഒരു സിംഗിൾ പേഴ്സൺ ഇങ്ങനെ തലയിലൂടെ ഇങ്ങനെ ഇട്ട് ബാക്കിൽ തൂക്കി ഒരു കൂട പോലെ തൂക്കും. നമ്മൾ അതിൽ കയറിയിരിക്കുകയാണ്. ഒരു കൂടയ്ക്കകത്ത്, ചെയറിലിരിക്കുന്ന പോലെ കൂടയ്ക്കകത്ത് നമ്മൾ നമ്മുടെ സാധനങ്ങളുമായിട്ട് നമ്മളെങ്ങനെ ഇരിക്കുന്നു, അവരിങ്ങനെ തൂക്കി അവർ കിതച്ചുകൊണ്ട് കയറി മേലെ കൊണ്ട് എത്തിക്കുന്നു. അങ്ങനെയുള്ളത് അവിടെ കൊണ്ട് എത്തുമ്പോൾ അവർ എത്രയാണോ പൈസ പറയുന്നത് അത് കൊടുത്താൽ മതി. ചില ആളുകൾക്ക് ഇപ്പോൾ ഫുൾ നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ ഇതുപോലെ ഡോളിയിൽ പോകുകയാണെങ്കിൽ അവരെത്രയാണോ ചാർജ് പറയുന്നത് അത് കൊടുക്കുക, പോകാം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതല്ല, ഇനിയിപ്പോൾ ഡോളിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ലഗേജ് ഉണ്ട്, ഒരാളുടെ പുറത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുണ്ടെങ്കിൽ കുതിരയുണ്ട്. കുതിരപ്പുറത്ത് കയറുക, അതുപോലെ കുതിരയിൽ കുറേ ദൂരം പോവുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അതുവരെ എത്തണമെന്നുണ്ടെങ്കിലും അങ്ങനെയും പോവുക. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അല്ല, നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഫുള്ളായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വടികുത്തി നടന്ന് അത് 1 ദിവസമോ 2 ദിവസമോ എടുത്താലും കുറച്ച് റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല മലകളും താഴ്വരകളും നദിയും പിന്നെ ഇതുപോലത്തെ പീക്ക് പോയിന്റുകളും മഞ്ഞുമലകളും ഇതെല്ലാം കണ്ട് പതുക്കെ അങ്ങ് കയറി പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടക്കുക, കുറച്ച് ഡോളിയിലിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം കുതിരയിലിരിക്കുക. അതുപോലെ കേദാറിൽ എത്തിപ്പെടാൻ പറ്റും. ഇങ്ങനെ 4 സംവിധാനമാണ് പോകാനുള്ളത്. 1 ഹെലികോപ്റ്റർ, 1 കാൽനട, 2 ഡോളി, അടുത്തത് കുതിര. ഇത് 4 കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ പോയിട്ട് എനിക്ക് വയ്യേ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഈ നടപ്പ് തന്നെയല്ലേ ഉള്ളൂ മാർഗം. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നതിൽ ഒത്തിരി പേർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. കാരണം ചില ഡോളിക്കാർ അവർ പറയുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ കൂട്ടി കേദാർനാഥ് പീക്കിലെത്തി അവരെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കാനും, അതുപോലെ ഭാഷ നന്നായിട്ട് അറിയണം. അധികം നേപ്പാളുകാരൊക്കെയാണ്, കുഞ്ഞു പിള്ളേരൊക്കെയാണ് ഇങ്ങനെ ഡോളിയായിട്ടുള്ളത്. അപ്പം അവർ കൊണ്ടുപോയി എല്ലായിടത്തും ഫോട്ടോ എടുക്കുക, എല്ലാ സ്ഥലം കാണിച്ചു തരാനും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണോ അവരടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ. അപ്പം നമുക്ക് അവർക്ക് ഒരു സ്നേഹത്തിന് പേരിൽ അവരൊക്കെ അങ്ങനെയാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ അങ്ങനെയാണ് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ് സൗത്ത് ഇന്ത്യൻസിനെ കാണുമ്പോൾ. അതുപോലെ സ്നേഹത്തോടെ കൊണ്ടുപോയി വരുന്നതുമുണ്ട്. അപ്പോൾ അതുപോലത്തെയൊക്കെ സംവിധാനം ഉപയോഗിച്ചെന്ന് പറഞ്ഞ് വലിയ റിസ്ക് ഇല്ലാതെ മേലെ എത്തി ഭഗവാനെ കാണാൻ പറ്റും. അവിടെ എത്തി കാണാമെന്ന് പറഞ്ഞാൽ മേലെ എത്തുമ്പോൾ കുറച്ചൊരു 2 കിലോമീറ്റർ സമനിലമാണ് ഈ ഹെലിപാഡും ടെമ്പിളും ഉള്ള സ്ഥലത്തെല്ലാം. പക്ഷെ ഒത്തിരി നമുക്ക് നടക്കാനുണ്ടെങ്കിലും അവിടെയൊക്കെ കുറേ സമനിലമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മെയ് മാസം ആയതുകൊണ്ട് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് രാത്രി മാത്രമാണ് ഈ കേദാർനാഥ് ഐസ് മല, മഞ്ഞുമല എന്നുള്ള ഒരു ഫീലില് നമുക്കൊരു തണുപ്പ് കിട്ടിയത് രാത്രി കാലങ്ങളാണ്. രാത്രിയാണ്. ഒരു രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു ടെന്റില്. അപ്പോഴേക്കും നല്ല അതിശൈത്യം എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത വിധം നല്ല തണുപ്പുണ്ടായിരുന്നു. അതേസമയം ഡേ ടൈമിൽ നമുക്ക് ഈ കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉഷ്ണമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ അഴിച്ചിട്ട് സാധാരണ ഡ്രസ്സിൽ പോകുന്ന പോലെ പോവാം. അപ്പം അങ്ങനെ കേദാർനാഥ് ടെമ്പിളിൽ എല്ലപ്പോഴും ഒരു തവണ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ, അതായത് നാട്ടിൽ നിന്ന് തന്നെ 3-4 ദിവസത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ബാഗ് തൂക്കി എന്നിട്ട് അതോടുകൂടി മേലെ കയറുന്നവർക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ത്രൂ ഔട്ടായിട്ട് ട്രെക്കിംഗ് ചെയ്യുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഡോളിക്കെല്ലാം വലിയ പൈസയൊന്നും ആവില്ല. പക്ഷെ ഇതൊക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് ചില കുതിരക്കാരന്മാരും ചില ഡോളിക്കാരും ചിലപ്പം അവർ പൈസ അവരൊക്കെ ഏത് രീതിയിൽ ചോദിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അത്യാവശ്യം അങ്ങനെയുള്ളൊക്കെ അവർ ഞങ്ങളുടെ കൂടെയുള്ളവർ 3 കിലോമീറ്ററിന് 3000 രൂപ വാങ്ങി എന്നൊക്കെയാണ് കേട്ടത്. ഞങ്ങൾ പിന്നെ അതിലൊന്നും കയറാത്തത് കൊണ്ട് നമുക്കറിയില്ല. പക്ഷെ അപ്പം നമ്മൾ കയ്യിൽ എക്സ്ട്രാ പൈസയൊക്കെ കരുതിയിട്ട് വേണം പോകാൻ. നമുക്ക് വല്ലതും കഴിക്കാനോ അല്ലാത്തതിനൊന്നും ആഡംബരപരമായിട്ട് നമ്മളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ചിലപ്പം ഈ വക കാര്യങ്ങൾക്ക്, ഈ ഒരു സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് പൈസയൊക്കെ ആവും. അതല്ല എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് രാത്രി ഉറങ്ങി ഫുഡ് കഴിച്ച് രാത്രി നല്ലപോലെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ അസലായിട്ട് നമ്മുടെ ട്രെക്കിംഗ് പൂർത്തിയാക്കി ഭഗവാനെ കണ്ട് അതിൻ്റെ ബാക്കിലുള്ള ആ മഞ്ഞുമലയിലും കയറി അവിടുത്തെ കുഞ്ഞു ടെമ്പിളിലും കണ്ട് അവിടെ എല്ലാം ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്ത് ടെൻറ്റിൽ ഉറങ്ങി വരാൻ കഴിയും. അപ്പോൾ ആർക്കെങ്കിലും പോകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പോയിട്ട് വരുന്നത് നല്ലതായിരിക്കും. വല്ലപ്പോഴും ഒരു തവണ ഇപ്പം നമ്മൾ കേദാർനാഥ് ട്രക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഹൈലി റിസ്ക് ആണ്. പക്ഷെ ആ റിസ്ക് ഒരിക്കലെങ്കിലും നമ്മൾ എടുക്കണ്ടേ? അതിൻ്റെ അവിടെ ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു പുണ്യ ഭൂമിയിലെത്തി ഭഗവാന്റെ പുണ്യം കിട്ടാൻ ഒന്ന് ദർശിക്കുക എന്ന ദർശനത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കുറേ സാഹസങ്ങൾ ഇതെല്ലാം അതിജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ഇത്രയുമാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.